അല്ല, CPIക്ക് വരാം എന്ന് പറയുമ്പോൾ CPI നേരത്തെ തന്നെ ഞാൻ സ്വാഗതം ചെയ്തിരുന്നതാണ്. അവരെ വരുന്നതിനെ ഞാൻ ആദ്യം തന്നെ സ്വാഗതം ചെയ്തിരുന്നതാണ്. അല്ല, മുന്നണിയുടെ വിപുലീകരണം ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ UDFൽ ഞങ്ങൾ ചർച്ച ചെയ്യും. UDFൽ ചർച്ച ചെയ്തുകൊണ്ട് അതിനുള്ള ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം മുതിർന്ന നേതാക്കന്മാരുമായി ചർച്ച നടത്തേണ്ടതായിട്ടുണ്ട്. ആ മുതിർന്ന നേതാക്കന്മാരുമായി ചർച്ച ചെയ്തുകൊണ്ട് അതിനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തുന്നതാണ്. അല്ല, ഞങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ പറയാൻ പറ്റില്ല. എന്താ കാര്യമെന്ന് ചോദിച്ചാൽ അത് UDFൽ ചർച്ച ചെയ്യണം. UDFലെ മുതിർന്ന നേതാക്കന്മാരുണ്ട്, അവരുടെ അഭിപ്രായങ്ങൾ അറിയണം. അവരെ വരുന്നതിനെ ഞാൻ ആദ്യം തന്നെ സ്വാഗതം ചെയ്തിരുന്നതാണ്. പക്ഷേ ആ സ്വാഗതം ചെയ്തു എങ്കിലും ഇന്നത്തെ ഒരു അന്തരീക്ഷത്തിൽ UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഞങ്ങളൊരു പോരാട്ടം നടത്തി. ആ പോരാട്ടത്തിൽ വലിയ വിജയം കൈവരിക്കാൻ ഞങ്ങൾക്ക് അവസരം കിട്ടി. അപ്പോൾ തീർച്ചയായിട്ടും UDFൻ്റെ മുതിർന്ന നേതാക്കന്മാർ എല്ലാവരും കൂടിയാണ് ഒത്തുചേരുന്നത്. 22-ാം തീയതി രാവിലെ 10 മണിക്ക് കൊച്ചിയിൽ വെച്ച് കൂടുന്ന യോഗത്തിൽ ഒരു ചർച്ച ഉണ്ടാകും. ആ ചർച്ചയിലൂടെ മാത്രമേ അതിലെ അന്തിമമായ ഒരു തീരുമാനം എടുക്കാൻ പറ്റുകയുള്ളൂ. ഈ അനൗപചാരികമായ ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ടോ? മുന്നണി കൺവീനർ എന്ന നിലയിൽ അങ്ങ് ജോസുമായിട്ട് സംസാരിച്ചിരുന്നോ പാർലമെന്റിലും? ഇല്ല, ഇതുവരെയും അനൗപചാരികമായ ഒരു ചർച്ചയും നടന്നിട്ടില്ല. പിന്നെ ഞാൻ അവരെ ക്ഷണിച്ചു എന്നുള്ളത് സത്യാവസ്ഥയാണ്. അതിനപ്പുറത്ത് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ CPIയിലെ ഒരു കുറേ ആളുകൾ അവർ പുനർചിന്തനം നടത്തി പലയിടങ്ങളിലും ഞങ്ങളോടൊപ്പം കടന്നു വരാനുള്ള അവസരം അവരൊരുക്കി. ആ ഒരുക്കിയതനുസരിച്ച് പലയിടങ്ങളിലും പല പഞ്ചായത്തുകളും തിരിച്ചു പിടിക്കുവാനുള്ള അവസരവും മറ്റും ഉണ്ടാക്കിയെടുക്കുവാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവരെ നേരത്തെ തന്നെ സ്വാഗതം ചെയ്തതാണ്. KPCCയിൽ തന്നെ സ്വാഗതം ചെയ്തതാണ്. KPCC പ്രസിഡൻറ്റും ഞങ്ങളെല്ലാവരും തന്നെ അതിൽ പങ്കാളിത്തം വഹിച്ചതാണ്. അല്ല, ഞാനത് നേരത്തെ തന്നെ അവരെ പാർട്ടി എന്നുള്ള നിലയിൽ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്തു. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭിന്ന അഭിപ്രായമുണ്ട് എന്നുള്ളത് ഇന്നലെ അവർ കൂടിയ യോഗത്തിൽ അവർ തന്നെ പറയുകയുണ്ടായി. ഒരു ഒറ്റയാൻ പട്ടാളത്തെ പോലെയാണ് LDF മുമ്പോട്ട് പോകുന്നത്, അത് ശരിയല്ല എന്ന് തന്നെ അവർ പറയുകയുണ്ടായി. അത് കുറിച്ച് അവരാലോചിക്കട്ടെ, അവർ ചിന്തിച്ച് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം വരുന്ന കാര്യത്തിൽ ഞങ്ങൾ ഏതായാലും UDF അങ്ങനെ ഒരു ചിന്ത വന്നാൽ, അവരങ്ങനെ ഒരു ചിന്തയിൽ വരുന്നു എങ്കിൽ ഞങ്ങളും അക്കാര്യത്തിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാക്കുന്നതാണ്. CPIക്കും വരാം. അല്ല, CPIക്ക് വരാം എന്ന് പറയുമ്പോൾ CPI നേരത്തെ തന്നെ ഞാൻ സ്വാഗതം ചെയ്തിരുന്നതാണ്. പക്ഷേ അതിൽ ബഹുഭൂരിപക്ഷം പല ആളുകളും ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞു. എന്ന് വെച്ചാൽ മുഴുവൻ ആളുകളും വന്നു എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. കുറേ ആളുകൾ വന്നവരൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, അവർ വിജയിക്കാൻ കഴിഞ്ഞു. പഞ്ചായത്തുകളുടെ നേതൃത്വത്തിലൊക്കെ കടന്നു വരാനുള്ള അവസരവും ലഭ്യമായിട്ടുണ്ട്. കേരള കോൺഗ്രസും CPIയും അവരാദ്യം നിലപാട് വ്യക്തമാക്കണമെന്നാണോ പറഞ്ഞതിന്റെ കുറച്ചൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ചോദിക്കുന്നു? അല്ല, അത് ഏതായാലും ഞങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് വരണം എങ്കിൽ UDF 22-ാം തീയതി കൂടുന്നുണ്ട്. ആ UDF യോഗത്തിൽ വെച്ച് മാത്രമേ ഞങ്ങൾ അത്തരത്തിലുള്ള മുതിർന്ന നേതാക്കന്മാർ എല്ലാവരും ചേർന്നുകൊണ്ടാണ് UDF യോഗം കൊച്ചിയിൽ വെച്ചിട്ടുള്ളത്. അതിൽ ഉണ്ടാകുന്ന തീരുമാനമനുസരിച്ച് മാത്രമായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. പുതിയ സാഹചര്യത്തിൽ CPI വീണ്ടും സ്വാഗതം ചെയ്യാം. ഞാൻ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്നു. ഈ വെൽഫെയർ പാർട്ടിയെ പോലുള്ള പാർട്ടികളുമായിട്ട് UDFന്റെ ബന്ധം എങ്ങനെയായിരിക്കും? അല്ല, വെൽഫെയർ പാർട്ടി അതേക്കുറിച്ചൊന്നും ഇപ്പോൾ ഒരു ചർച്ചയുടെ ആവശ്യം വരുന്നില്ല. ഇവിടെ CPIക്ക് പിന്നെ ഇവിടെ ഇത് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പാർലമെൻറ്റിൽ ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടി ലഭ്യമായിട്ടുണ്ട്. അത് 23 ഒക്ടോബർ മാസം 23 2025 ഒക്ടോബർ മാസം 23-ാം തീയതി ഒപ്പിട്ടതാണ്. ആ ഒപ്പിട്ട പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPI ആണല്ലോ അതിനെ എതിർത്തുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങളിലേക്കൊക്കെ തുടക്കം കുറിച്ചത്.
പക്ഷേ ഇപ്പോഴത്തെ അവരുടെ അഭിപ്രായം എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹമുണ്ട്. CPI എന്താണ് പറയുന്നത്? ഇന്നിപ്പോൾ തമിഴ്നാടും പശ്ചിമ ബംഗാളും മാത്രമാണ് ഇതിൽ ഒപ്പിടാതെ ഇരുന്നിട്ടുള്ളത്. ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ എന്നുള്ള നിലയിൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവർ പരസ്പര ചർച്ച ചെയ്തിരുന്നോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇവിടെ MOU ഒപ്പിട്ടിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് പറയാനുള്ള ഒരു താല്പര്യം, അവർ എന്താണ് പറയുന്നതെന്ന് അറിയാനുള്ള ഒരു താല്പര്യം UDF-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ കേരള കോൺഗ്രസിന്റെ കാര്യത്തിൽ PJ ജോസഫും മോൻസ് ജോസഫും ഒക്കെ വളരെ തുറന്ന എതിർപ്പാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അപ്പൊ അക്കാര്യത്തിൽ എങ്ങനെയാണ് ഒരു സമാധാനം? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, മുതിർന്ന UDF-ന്റെ യോഗം കൂടുമ്പോൾ മുതിർന്ന നേതാക്കന്മാർ PJ ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ടാകും. ഞങ്ങളെല്ലാവരുമായി ചർച്ച ചെയ്യും. ഞങ്ങൾ മനസ്സ് തുറന്ന് ഒരു ചർച്ചയായിരിക്കും ഉണ്ടാകുന്നത്. അതല്ലാതെ കണ്ട് ഏതെങ്കിലും തരത്തിൽ ആർക്കും അതിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ പോയില്ല. ഈ LDF-ൽ ഇത്രയും ശക്തമായി ഉറച്ചു നിൽക്കുന്ന കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിനെ സംബന്ധിച്ച് എന്തിനാണ് ഇത്രയും UDF ചർച്ച ചെയ്യുന്നതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ? ഇന്നലെയും ജോസ് പറഞ്ഞു അവർ LDF തന്നെ തുടരുമെന്ന് പറഞ്ഞു. ഇല്ല, അവരവിടെ തുടരട്ടെ. അവർക്ക് അങ്ങനെയാണ് താല്പര്യമെങ്കിൽ അവർ തുടരട്ടെ. അവർ തിരിച്ച് വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമല്ല ഈ ചർച്ചയുടെ ആവശ്യമുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, മുതിർന്ന നേതാക്കന്മാർ ഒത്തിരുന്നുകൊണ്ട് തീരുമാനമെടുക്കും എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ഇന്ന് മോൻസ് ജോസഫ് പറഞ്ഞത് കരിയുന്ന 2 ലക്ഷം വെള്ളം ഒഴിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ്. അല്ല, മോൻസ് പറഞ്ഞ് അതിനെക്കുറിച്ചൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. UDF-നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു തീരുമാനം ഇത്തരത്തിലാണ്. ഈ അസോസിയേറ്റ് മെമ്പർമാരുടെ കാര്യത്തിൽ ഈ ചർച്ചയിൽ ഒരു തീരുമാനം ഉണ്ടാകും? തീർച്ചയായിട്ടും അതുണ്ടാകും. പല ഇടങ്ങളിലും ഞങ്ങൾ അസോസിയേറ്റഡ് മെമ്പർ എന്നുള്ള നിലയിൽ പല ആളുകളെയും ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് സ്വീകരിച്ച ആളുകളെക്കുറിച്ച് അവർക്ക് തന്നെ അറിയാം. അവർ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളോടൊപ്പം പൂർണ്ണമായി നിന്നിട്ടുള്ള ആളുകളാണ്. തുടർന്നും ഒരുപാട് ആളുകൾ അസോസിയേറ്റഡ് മെമ്പർ എന്നുള്ള നിലയിൽ UDF-ലേക്ക് വരാൻ വേണ്ടി കത്തുകൾ തന്നിട്ടുണ്ട്. അതുകൂടി ഞങ്ങൾ ചർച്ച ചെയ്യും. ഇല്ല, അത് പിന്നെ അൻവറിൻ്റെ കാര്യത്തിൽ ഒരു കൂട്ടായ തീരുമാനം എന്തായാലും ഞങ്ങൾ എടുക്കും. അല്ല, 22-ന് ആ തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഏതായാലും ഇപ്പോൾ 22-ന് എല്ലാ തീരുമാനങ്ങളും വരില്ലല്ലോ. 22-ന് വരുന്ന തീരുമാനങ്ങൾ ഞങ്ങൾ ഏത് തരത്തിലാണ് തുടർന്ന് മുമ്പോട്ട് പോകേണ്ടത് എന്നതിനെക്കുറിച്ച് UDF ആലോചിക്കും. CPM-നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചില പ്രതികരണങ്ങൾ നടത്തിയത് ഞാനും എൻ്റെ ശ്രദ്ധയിലും വന്നതാണ്. അദ്ദേഹത്തെ പോലെയുള്ള മുതിർന്ന നേതാവ് അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അദ്ദേഹം തുറന്നു പറഞ്ഞു. CPM-നെ സംബന്ധിച്ചിടത്തോളം CPM ഇന്ന് ഒരു പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരവസരമാണ്. അതായത് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കൊള്ളയ്ക്ക് കൂട്ടുനിന്ന 2 ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാർ ഇന്ന് ജയിലിൽ കിടക്കുകയാണ്. ഞങ്ങളുടെ ആവശ്യമെന്ന് പറയുന്നത്, ഞങ്ങൾ തുറന്നു പറഞ്ഞു ഇതേക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടക്കണം. ആ അന്വേഷണം നടക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ പാടില്ല എന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ തന്നെ അത് വ്യക്തമായി ഞങ്ങൾ സൂചിപ്പിച്ചതാണ്. ബഹുമാന്യനായ ശ്രീ KC വേണുഗോപാലും ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹവും പറഞ്ഞു ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകണം. ആ തീരുമാനം ഉണ്ടാകുമ്പോൾ നിശ്ചയമായും CBIയുടെ ഒരു അന്വേഷണം ഉണ്ടാകണം എന്ന് മാത്രമല്ല, കോടതിയുടെ നിരീക്ഷണത്തിലാകണം ആ അന്വേഷണം നടക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായി ഞങ്ങൾ അവിടെ സൂചിപ്പിക്കും.